ചെറുപ്പം മുതലേ മൂത്ത സഹോദരിയുമായി സമയം ചെലവഴിക്കാൻ ഈ പെൺകുട്ടിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. വിവാഹശേഷം സഹോദരിയുടെ വേർപിരിയൽ സഹിക്കവയ്യാതെ അവൾ ഒരുപാട് പൊട്ടിക്കരഞ്ഞു. സഹോദരിയിൽ നിന്ന് അകന്നു ജീവിക്കാൻ അവൾക്കൊരിക്കലും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ധീരമായ ഒരു തീരുമാനമെടുത്തു. അവളുടെ സഹോദരിയുടെ ഭർത്താവിന് അവളുടെ അതേ പ്രായത്തിലുള്ള ഒരു അനിയനുണ്ടെന്ന് അവൾ കണ്ടെത്തി. അയാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പെട്ടെന്ന് തന്നെ പെൺകുട്ടി അയാളുടെ കാറിന്റെ മുകളിലേക്ക് വീഴുന്നു. അതിനുശേഷം അയാൾ തന്നെ ഇടിച്ചതായും അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അയാൾ ഏറ്റെടുക്കണമെന്നും അവൾ അവകാശപ്പെടുന്നു. ബഹളം കേട്ട് അവളുടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അങ്ങോട്ടേക്ക് എത്തുന്നു. യുവാവ് പെൺകുട്ടിയെ ഇടിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ അവളുടെ ശരീരം മുഴുവൻ വേദനിക്കുകയെന്ന് അവൾ അവരോട് പറയുന്നു. പെട്ടെന്ന് തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ചേച്ചിയുടെ ഭർത്താവ് ആവശ്യപ്പെടുന്നു. ചേട്ടന്റെ കർശനമായ നിലപാട് കാരണം അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ യുവാവിന് വേറെ വഴിയില്ലായിരുന്നു. കാറിൽ വെച്ച് യുവാവ് അവളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നു. കുട്ടി ഒരു മടിയും കൂടാതെ അയാളുടെ ഭാര്യയാവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. അവളുടെ വാക്കുകൾ കേട്ട് പുരുഷൻ തൽക്ഷണം തന്നെ ഞെട്ടിപ്പോയി. പുരുഷൻ സമ്മതിക്കാൻ വിസമ്മതിക്കുന്നത് കണ്ട് അവൾ ദയനീയമായ കണ്ണുകളോടെ അയാളെ നോക്കി. ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ നിരസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ വിവാഹത്തിന് സമ്മതിക്കുന്നു. വിവാഹ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയതിനു ശേഷം പെൺകുട്ടി അയാളെ വിവാഹം കഴിച്ചതിൽ അമിതമായി സന്തോഷിക്കുന്നു എന്ന് യുവാവിന് മനസ്സിലാകുന്നു. പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ അവൾ അയാളെ തടയുന്നു. തുടർന്ന് ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയാളെ കൊണ്ടുപോകുന്നു. അയാൾക്കൊരു വീട് വാങ്ങാൻ കഴിയുമെന്നും ജ്യേഷ്ഠന്റെ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നു. പെൺകുട്ടി ഉടൻ തന്നെ അയാളെ നിരസിച്ചു. തന്റെ മൂത്ത സഹോദരിയുമായി മാത്രമേ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അവൾ പറയുന്നു. യുവാവ് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാളുമായി ഒരു മുറിയിൽ താമസിക്കില്ല എന്ന് പെൺകുട്ടി പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ ആ യുവാവിന് അത് സമ്മതിക്കേണ്ടി വരുന്നു. എന്നിരുന്നാലും ആ രാത്രിയിൽ സഹോദരിയുടെ കാലിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ കൂടെ ഉറങ്ങണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെടുന്നു. വിവാഹശേഷം പെൺകുട്ടിക്ക് ഒരു ജോലിയും ചെയ്യേണ്ടി വന്നില്ല. എല്ലാ ദിവസവും ചേച്ചിയുടെ ഭർത്താവിൽ നിന്ന് അവൾക്ക് $1,00,000 പോക്കറ്റ് മണിയായി ലഭിച്ചു. ഈ രീതിയിൽ പെൺകുട്ടി 2 വർഷം സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ഒരു ദിവസം ചേച്ചിയുടെ ഭർത്താവ് ആദ്യ പ്രണയിനിയുമായി പ്രണയം പങ്കിടുന്ന കുറച്ച് നിമിഷങ്ങൾ ചേച്ചി കാണാനിടവരുന്നു. സഹോദരിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ആദ്യ പ്രണയിനി തന്നെയായിരുന്നു അവൾക്ക് ഈ ഫോട്ടോസും മെസ്സേജും ഒക്കെ അയച്ചുകൊണ്ടിരുന്നത്. സഹോദരി ഉടൻ തന്നെ അയാളെ വിവാഹമോചനം ചെയ്യാൻ തീരുമാനിക്കുന്നു. പെൺകുട്ടി തന്നോടൊപ്പം വരാൻ തയ്യാറാണോ എന്ന് സഹോദരി അവളോട് ചോദിക്കുന്നു. പെൺകുട്ടിയും യുവാവിനെ വിവാഹമോചനം ചെയ്യാമെന്ന് സഹോദരിക്ക് ഉറപ്പ് നൽകുന്നു. പെൺകുട്ടി രാത്രിയിൽ വളരെ സന്തോഷത്തോടെ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. ഇതേ സമയം യുവാവ് അങ്ങോട്ടേക്ക് കയറി വന്ന് എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. പെൺകുട്ടി തന്റെ മൂത്ത സഹോദരി അയാളുടെ സഹോദരനെ വിവാഹമോചനം ചെയ്യാൻ പോവുകയാണെന്നും അതുകൊണ്ട് താനും ഇയാളെ വിവാഹമോചനം ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട യുവാവിന് വളരെയധികം ദേഷ്യം തോന്നുകയും പെട്ടെന്ന് തന്നെ അയാൾ പെൺകുട്ടിയെ ചുംബിക്കുകയും ചെയ്യുന്നു. തന്നെ ഉപേക്ഷിക്കാൻ അവൾക്ക് അനുവാദമില്ലെന്നും അയാൾ പറയുന്നു. പിറ്റേന്ന് രാവിലെ പെൺകുട്ടി പ്രഭാത ഭക്ഷണം കഴിക്കാൻ വളരെയധികം ശരീരവേദനയോടെ താഴേക്ക് വന്നു. മൂത്ത സഹോദരി അവൾക്ക് വിവാഹമോചന കരാർ നൽകി. ഉടനടി തന്നെ പെൺകുട്ടി ആ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. പെൺകുട്ടി പോയതറിഞ്ഞപ്പോൾ യുവാവിന് വളരെയധികം ദേഷ്യം വന്നു. എന്ത് വില കൊടുത്തും അവളെ കണ്ടെത്താൻ അയാൾ സഹായിക്ക് നിർദ്ദേശം നൽകി. പെൺകുട്ടി അവളുടെ സഹോദരിക്കൊപ്പം പോയതിനു ശേഷം അവൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ച് സഹോദരി പെൺകുട്ടിക്ക് ഒരു റെസ്റ്റോറന്റ് വാങ്ങി നൽകി. റെസ്റ്റോറന്റ് കൂടുതൽ ജനപ്രിയമാവാൻ വേണ്ടിയിട്ട് അവൾ ഇന്റർനെറ്റിൽ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അവളുടെ സൗന്ദര്യം കൊണ്ടും രൂപഭാവം കൊണ്ടും അവൾക്ക് ഒരുപാട് ഫാൻസിനെ കിട്ടുന്നു. അതിനാൽ പുരുഷന്റെ സഹായി ഉടനടി തന്നെ അവളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച് കണ്ടെത്തി. പെൺകുട്ടി ലൈവ് സ്ട്രീമിൽ തന്റെ ഭക്ഷണ സാധനങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ പുരുഷൻ അവിടേക്ക് കടന്നു വന്നു. പെട്ടെന്ന് തന്നെ അവൾ ഭയന്ന് സ്തബ്ധയായി.